ഇന്നു മുതൽ പിണറായി വിജയൻ നേരിട്ടിറങ്ങും. CPM-നെ സംബന്ധിച്ച് ഞെട്ടിച്ച തോൽവിയായിരുന്നു 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതിൽ ഏറ്റവും കൂടുതൽ CPM-നെ അമ്പരപ്പിച്ചത് തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും തോൽവിയാണ്. കാരണം ഈ രണ്ട് മണ്ഡലങ്ങളും CPM-നെ സംബന്ധിച്ച് ഇളകാത്ത കോട്ടകളാണ്. പ്രത്യേകിച്ച് തളിപ്പറമ്പ് എന്ന് പറയുന്നത് 1977 മുതൽ എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടായാലും CPM-നെ കൈവിടാത്ത മണ്ഡലമാണ്. അതുപോലെ തന്നെയാണ് പയ്യന്നൂരും. ആരെ അവിടെ CPIM-ന്റെ സ്ഥാനാർത്ഥിയായി നിർത്തിയാലും വിജയിക്കുന്ന ഈ രണ്ട് മണ്ഡലങ്ങളിൽ പാർട്ടിക്കുണ്ടായ കനത്ത തോൽവി നാണക്കേടിന്റെ അങ്ങേയറ്റത്തെ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവിടെ കോൺഗ്രസ്സുകാർ മാത്രമല്ല വോട്ട് ചെയ്തത്, മറിച്ച് അവിടുത്തെ സജീവ പാർട്ടി കേഡർമാർ വരെ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെയും കേന്ദ്ര കമ്മിറ്റിയുടെയും നിലപാട്. അതുകൊണ്ടാണല്ലോ കേന്ദ്ര കമ്മിറ്റി വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് മുൻപായി അടുത്ത മാസം ആണ് വിശാല സംസ്ഥാന കമ്മിറ്റി ചേരുക. അതിനു മുന്നോടിയായി കേന്ദ്ര കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് അയച്ച റിപ്പോർട്ടിൽ തളിപ്പറമ്പിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചയെക്കുറിച്ച് വിശദീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തളിപ്പറമ്പിൽ ആരാണ് മത്സരിച്ചത്? CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയായിട്ടുള്ള PK ശ്യാമളയാണ് തളിപ്പറമ്പിൽ മത്സരിച്ചത്. എതിരായി നിന്ന TK ഗോവിന്ദൻ CPM-ന്റെ മുൻ നേതാവായിരുന്നു. അദ്ദേഹം CPM-നോട് വിയോജിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പിന്തുണയോടുകൂടി അവിടെ വലിയ തോതിൽ CPM-നെ ഞെട്ടിപ്പിച്ചുകൊണ്ട് വിജയിച്ചു കയറിയത്. സമാനമായ നിലയിലാണ് പയ്യന്നൂരിൽ CPIM മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദമുണ്ടായിരുന്നു. ആ വിവാദത്തിൽ ഇതുവരെയും CPM നേതൃത്വത്തിന് കൃത്യമായ മറുപടി പറയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവിടെ V കുഞ്ഞികൃഷ്ണനെ കോൺഗ്രസ് പിന്തുണച്ചു. V കുഞ്ഞികൃഷ്ണൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും CPM സ്ഥാനാർത്ഥി അല്ലെങ്കിൽ LDF സ്ഥാനാർത്ഥിയായ TI മധുസൂദനൻ പരാജയപ്പെടുകയും ചെയ്തു. ഈ രണ്ട് പാർട്ടി കോട്ടകളിലെ തോൽവി CPM-നെ സംബന്ധിച്ച് സഹിക്കാനാവാത്ത തോൽവികളാണ്. അതുകൊണ്ട് അവിടുത്തെ പാർട്ടി മെമ്പർമാർ മുഴുവൻ നിരാശയിലാണിപ്പോൾ. എങ്ങനെയാണ് ഇത്രയും വലിയ തോൽവി തങ്ങൾക്കുണ്ടായത് എന്നാണ് അവിടുത്തെ പാർട്ടി നേതൃത്വവും സംസ്ഥാന നേതൃത്വവും കേന്ദ്ര കമ്മിറ്റി അടക്കമുള്ളവരും പരിശോധിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ അണികൾ അതൃപ്തരാണ്, CPM മെമ്പർമാർ അതൃപ്തരാണ്, CPM കേഡർമാർ അവിടെ പാർട്ടി നേതൃത്വത്തിന്റെ നിലപാടിന് എതിരായി നിലകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഈ രണ്ട് CPM കോട്ടകൾ സംരക്ഷിക്കേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. അതുകൊണ്ട് പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഇന്നു മുതൽ, അതായത് ഓഗസ്റ്റ് 29 മുതൽ 3 ദിവസത്തേക്ക് അവിടെ രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ചിരിക്കുകയാണ് CPM. 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ, CPM-ന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ പിണറായി വിജയൻ നേരിട്ടെത്തിയാണ് വിശദീകരിക്കാൻ പോകുന്നത് കാര്യങ്ങൾ. PK ശ്യാമളയെ നിർത്തേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഇതുവരെയും കൃത്യമായൊരു വിശദീകരണം നൽകാൻ പാർട്ടി നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ V കുഞ്ഞികൃഷ്ണൻ ഉയർത്തിവിട്ട രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി നൽകാൻ CPM നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പിണറായി വിജയൻ ഇന്നു മുതൽ 3 ദിവസം നീണ്ടു നിൽക്കുന്ന തളിപ്പറമ്പിലെയും പയ്യന്നൂരിലെയും നിയോജക മണ്ഡലങ്ങളിൽ CPM സംഘടിപ്പിച്ചിട്ടുള്ള രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എന്ത് മറുപടി പറയും എന്ന് ഉത്കണ്ഠയോടുകൂടി ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ കേരളം. പ്രത്യേകിച്ചും CPIM പ്രവർത്തകരും അണികളും എന്താണ് പിണറായി വിജയൻ ഇന്ന് അവിടെ നടക്കുന്ന ഈ പൊതുയോഗങ്ങളിൽ എന്ത് വിശദീകരണമാണ്? ഇതുവരെ സംസ്ഥാനത്തെ നേതൃത്വത്തിന് കൃത്യമായി വിശദീകരണം നൽകാൻ കഴിയാതിരുന്ന PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചും രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ചും എന്താണ് പിണറായി വിജയൻ പറയാൻ പോകുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആകാംക്ഷ CPM കേന്ദ്രങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ വളരെ നിർണായകമാണ് CPM-നെ സംബന്ധിച്ച്. കാരണം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് പിണറായി വിജയൻ പരസ്യമായി വന്ന് ഉത്തരം നൽകുകയാണ്. അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോവുക? PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് കേന്ദ്ര കമ്മിറ്റി വലിയ തോതിൽ സംസ്ഥാന കമ്മിറ്റിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. അപ്പോൾ ആ വിമർശനത്തിനുള്ള മറുപടി പാർട്ടി തലത്തിലല്ലാതെ
പൊതുരംഗത്ത് വന്ന് പിണറായി വിജയൻ പറയാൻ പോവുകയാണ്. അദ്ദേഹം എന്താണ് ഈ എം വി ഗോവിന്ദന്റെ ഭാര്യയായിട്ടുള്ള PK ശ്യാമളയ്ക്ക് അവിടെ സ്ഥാനാർത്ഥിത്വം നൽകിയത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹം ഇന്ന് വിശദീകരിക്കും. ആ വിശദീകരണം എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ആകാംക്ഷയിലാണ് പാർട്ടി വൃത്തങ്ങൾ. അതേപോലെ തന്നെ പയ്യന്നൂരിൽ എന്തുകൊണ്ട് പാർട്ടി തോറ്റു, പാർട്ടിയുടെ കോട്ടയാണല്ലോ പയ്യന്നൂരിൽ, അവിടെ പാർട്ടിക്ക് സംഭവിച്ച വീഴ്ചകൾ എന്തെല്ലാമാണ് എന്നതിനെ സംബന്ധിച്ച് പിണറായി വിജയൻ എന്തു പറയും എന്നുള്ള ആകാംക്ഷയിലാണ് CPM കേന്ദ്രങ്ങൾ. അങ്ങനെ ഈ 2 നിയമസഭാ മണ്ഡലങ്ങളിലും 3 ദിവസങ്ങളിലായി പിണറായി വിജയൻ നേരിട്ടിറങ്ങി രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുകയാണ്. അവിടെ അദ്ദേഹം ഈ 2 വിഷയങ്ങളും, അതായത് PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വവും രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട വിശദീകരണവും നേരിട്ട് പൊതുജനങ്ങളോട് പറയുകയാണ്. അതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? ഈ 2 വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് ഔദ്യോഗികമായി ഇതാ പിണറായി വിജയൻ ഇന്നു മുതൽ പറഞ്ഞു തുടങ്ങുന്നു. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.